പിന്നീട് ONVയുടെ കവിതകൾ ഞാൻ ഈ കാസറ്റിലൂടെ കേട്ടപ്പോഴാണ് കുഞ്ഞേടത്തി എന്നുള്ള കവിത അതൊന്നും പഠിക്കണമല്ലോ എന്ന്. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കൂറി ചാന്ത് പൊട്ട്, ഈറൻ മുടിയിലെണ്ണ മണം ചില നേരമാ തുമ്പത്തൊരു പൂവും, കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, ഉണ്ണിക്കെന്തിനുമേതിന്നും കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ, ഉണ്ണിക്കെന്തിനുമേതിന്നും കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ, കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്നുണ്ണി ചോദിക്കും, കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. എന്തിനെ പൂക്കൾ വിരിയുന്നോ ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്, എന്തിനെ തുമ്പികൾ പാറുന്നോ ഉണ്ണിയെ കാട്ടി കൊതിപ്പിക്കാൻ, അണ്ണാറക്കണ്ണനും മണ്ണ് ചുമന്നതും കുഞ്ഞിത്തത്ത പയറ് വറുത്താൽ, ആയർ പെണ്ണിൻ്റെ പാൽക്കുടം തൂകിയോർ 1000 തുമ്പപ്പൂ മണ്ണിൽ ഉതിർന്നത്, പാവം തെച്ചിക്ക് ചെങ്കണ്ണായത് പൂവൻ കുലച്ചതും പൂന്തേ നിറഞ്ഞത്, കാർമുകിൽ കാവടി തുള്ളിയുറഞ്ഞിട്ട് നിർമ്മിതു താഴെ തളർന്നേ വീണത്, നക്ഷത്രപ്പാടത്ത് കൊയ്ത്തിന്നാരോ പുത്തൻ പൊന്നരിവാളുമായി വന്നതും, പയ്യെ പയ്യെ പകൽ കിളി കൂടുവിട്ടയ്യോ വെള്ളി തൂവൽ കുടഞ്ഞതും, കാക്കയിരുന്ന് വിരുന്ന് വിളിച്ചത്, കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ടത്, പൂച്ചയും കഞ്ഞി വച്ചിട്ടത്, ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചത്, ഉച്ച വെയിലങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്ന് പോയി തിരികെ വരുന്നത്, കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. ഒരുപാടുണ്ട്, കവിത ഒരുപാടുണ്ട്. പക്ഷേ ഇത് പിന്നെ ഇപ്പോഴോ 40-45 വർഷങ്ങൾക്ക് ശേഷം ഇത് മനസ്സിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ കവിതകളും നാടൻ പാട്ടുകളെല്ലാം പാടാനുള്ള കാരണം തന്നെ ഈ തച്ചമ്പാറ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ദേശബന്ധു ഹൈസ്കൂളിലെ. അപ്പോൾ അവിടെ ഈ പിന്നെ അമ്മായിയുടെ വീട് അവിടെയാണ്, മുതൂർ ചാക്കോ മാഷ് അമ്മായിയുടെ മോനെ. അപ്പോൾ അവിടെ നിന്ന് അന്ന് അവിടെ മുതൂർശി റിക്രിയേഷൻ ക്ലബ്ബുണ്ട്. വായനശാലയിലുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിക്കാൻ ഇടകിട്ടിയിട്ടുണ്ട്. അപ്പം അത്ര വലിയ വായന കമ്പായിരുന്നു, പഠിക്കാൻ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അന്നത്തെ കാലത്ത് സത്യം മാഷന്മാരെയൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പഠനം മാത്രമേ ഉള്ളൂ, വായനയില്ല. അവിടുത്തെ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള അധ്യാപകനായിട്ടുള്ള പഠിപ്പിച്ച മലയാളം പഠിച്ചില്ല VG ബാലമാഷ്, മലയാളം മഹാപണ്ഡിറ്റ്. മാഷുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഭവം. അപ്പോൾ അതല്ലേ ഈ മാഷ് പാടിയ കവിത അന്ന് ONVയുടെ കുഞ്ഞേടത്തെയൊക്കെ മാഷ് പാടി തന്നിട്ടുണ്ട്. അന്നൊന്നും പക്ഷെ അത് തലേ കയറിയിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ ഭാര്യയാണ്, എന്നെ കൃഷിയിൽ സഹായിക്കില്ല. എൻ്റെ പേര് സാലമ്മ കുര്യൻ. എൻ്റെ കൃഷി ആണ് ഞങ്ങളുടെ ഉപജീവിത മാർഗം തന്നെ. അപ്പം ചേട്ടനെ കൂടെ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി 35-36 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ 28 വർഷത്തോളമായി ഞങ്ങൾ പച്ചക്കറി കൃഷിയായിട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ചേട്ടന് ആക്സിഡൻ്റായിട്ട് 1 വർഷവും 3 മാസവും കഴിഞ്ഞു. അതിനുശേഷം കൃഷി ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ഥലത്തായാലും കൃഷി പച്ചക്കറി മുൻപോട്ട് കൊണ്ടുപോയി. ഇപ്പോഴും ഉണ്ട്, പച്ചക്കറിയുണ്ട്, ഓണത്തിനെടുക്കാനൊക്കെ പച്ചക്കറിയുണ്ട്. അപ്പം കൃഷിയാണ് നമ്മുടെ ഉപജീവിത മാർഗം തന്നെ. പക്ഷേ കൃഷിക്ക് ഒത്തിരി ഒരുപാട് കേടുകളും. കൃഷി രീതി കണ്ടിട്ട് പഞ്ചായത്ത് വളരെ അഭിമാനമാണല്ലോ. കഴിഞ്ഞ വർഷം എന്നെ ആദരിക്കുകയുണ്ടായി. ഈ വക MLA വന്നിട്ട് നമുക്ക് ഉദ്ഘാടനം വിളവെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നടത്തണമെന്ന് പറഞ്ഞ സമയത്താണ് മോള് ഡെലിവറി ആയിട്ട് കിടക്കുന്നത്. എനിക്കതിന് അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരവസ്ഥയായി. നല്ല കായ്ച്ച് നിൽക്കുന്ന കൃഷി ഓഫീസർക്കൊക്കെ വന്നിട്ട് ആ കൃഷി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല ചന്തമുണ്ട്, നല്ല കൃഷിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ കൃഷിയിടത്തിൽ ആ MLA
ഈ വേക്ക് വരുത്തി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് കൃഷി ഈ വേക്ക് ചാന്തമാരി മാഡത്തിനെ വിളിച്ച് നമുക്ക് വിളവെടുപ്പ് നടത്തണം പറഞ്ഞ് ഡേറ്റ് തീരുമാനിച്ചപ്പോൾ എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അന്നത്തെ ദിവസം അതിൻ്റെ തലേദിവസം ഞാൻ വിളിച്ചു. അന്ന് കൊച്ചിൻ്റെ 28-ന് നമുക്ക് പോകാൻ പറ്റുമോ? അപ്പം MLAയുടെ ഒഴിവിൻ്റെ അനുസരിച്ച് നമുക്ക് പറ്റിയില്ല. പക്ഷെ അതിന് എനിക്ക് ഭയങ്കര നമ്മുടെ ഒരു കൃഷിയിടത്തിലേക്ക് അവരെപ്പോലുള്ള ആൾക്കാരൊക്കെ വരിക നമുക്കൊരു അവർ വന്നേനെ. പക്ഷേ എനിക്ക് 28 ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ കൃഷി ഓഫീസറെ വിളിച്ച് പറഞ്ഞു അന്നത്തെ ദിവസം നമുക്ക് ഒഴിവാക്കണം പറഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ദിവസം MLAയുടെ ഒഴിവനുസരിച്ച് വിളിക്കാമെന്നും പറഞ്ഞു. പക്ഷേ കൃഷിയൊക്കെ നല്ലൊരു സന്തോഷകരമാണ്. പക്ഷേ ഇന്നത്തെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിൽ നമ്മളൊരു പണിക്കാരെ നിർത്തിയിട്ടുള്ള കൃഷി നടക്കില്ലാത്തൊരു സാഹചര്യമാണ്. കൂലി അതുപോലെ തന്നെ വളം മരുന്ന് എല്ലാത്തിൻ്റെയും വില എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിപ്പം സാധനങ്ങൾ പുറത്തുനിന്ന് കയറി മാർക്കറ്റ് അതുപോലെ പുറത്തുനിന്ന് തമിഴ്നാട് പോലുള്ള സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് കൂലിച്ചെലവ് കുറവാണ്. അവിടുന്ന് ഭയങ്കരമായിട്ട് സാധനം കയറി വരുന്നത്. അപ്പം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് വില കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു ഇതാണ്. പക്ഷെ എന്നാലും നമുക്ക് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും പോയി ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഉള്ളത് പാവലുണ്ട്, പടവലുണ്ട്, പയറുണ്ട്. പയർ 2 സൈസുണ്ട്. കുറ്റിപ്പയറുമുണ്ട്, നീളമുള്ള പയറുണ്ട്, പിന്നെ കോവലുണ്ട്, കുറച്ച് നിത്യവഴുതനയുണ്ട്, പിന്നെ അതേപോലെ തന്നെ നെയ്ക്കുമ്പളമുണ്ട്. ഇതെല്ലാം ഉണ്ട്. സാജിദ് അലി സാറ് ഇവിടെ കൃഷി ഓഫീസറായി ഇരുന്ന സമയത്ത് മധുരമിഠായിൽ അവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇത് കൃഷിയിടം സന്ദർശിക്കുകയും ഇതെല്ലാം ചെയ്ത് പോന്നിട്ടുള്ളതാണ്. അന്ന് സാജിദ് അലി സാറായിരുന്നു അന്ന് കൃഷി ഓഫീസർ. അന്ന് വന്ന് എല്ലാം ഞങ്ങളുടെ ഞങ്ങൾ 2 പേരും കൂടെ കൃഷി ഉണ്ടായിരുന്നു അന്നേരം. സാജിദ് അലി സാറ് പറഞ്ഞ പിന്നെ കർഷകർക്ക് വേണ്ടി നല്ലൊരു ഓഫീസറാണ്. ഇപ്പതാ ഈ സമയത്താണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ഞങ്ങളിപ്പോ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാ വായനശാല ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കാൻ പോവുകയാണ്. അതേപോലെ ഹേമ മാഡം എന്റെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. സാജിദ് അലി സാറിനെ ഹേമ മാഡം എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഇവർക്ക് അവാർഡുണ്ട്, 3ാം സ്ഥാനമുണ്ട്. പിന്നെ ഹേമ മാഡത്തിനുണ്ട്. ഹേമ മാഡം എപ്പോൾ വിളിച്ചാലും ഒരു വനിത എന്നുള്ളതല്ല, പുള്ളിക്കാരത്ത് വണ്ടിയെടുത്ത് അപ്പം എത്തും തോട്ടത്തിൽ. ഈ വേക്ക് ഇപ്പം 2-3 പ്രാവശ്യമായിരുന്നു കൃഷിയിടത്തിൽ കൃഷി ഓഫീസറുമായിട്ട് വന്നു. ഈ വേക്ക് വെള്ളം ഒന്ന് അതിനകത്തൂടെ കയറിയപ്പോൾ ഞാൻ വിളിച്ചു വഴി അവർ 2 പേരും കൂടെ വേഗം വന്ന് നോക്കി ഫോട്ടോ എടുത്ത് പോയി. കൃഷിക്ക് നഷ്ടങ്ങളൊന്നും വന്നില്ല. 2-3 കുറ്റി പറഞ്ഞു. അത് ഞാൻ എന്നും രാവിലെ വണ്ടി ഓടിച്ച് തന്നെ പോയിട്ട് എനിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഞാൻ വെച്ചിട്ട് വണ്ടി ഒരു 10-15 വർഷമായിട്ട് ഇവിടെ ഉണ്ട് പിള്ളേർ ഓടിക്കുന്നത്. പക്ഷെ എടുക്കുകയില്ല. ഇവർ ആരുടെയും വണ്ടിയുടെ പുറകെ കയറിയിരിക്കുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് പറ്റില്ല. അപ്പൊ വണ്ടി എടുത്ത് ദിവസം പോകുന്നെ പോയി അവിടെ തോട്ടത്തിൽ പോകുമ്പോൾ 10-20-30 കിലോ വരെ എന്റെ വണ്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പോയി കടയിൽ കൊണ്ട് കൊടുക്കും. തെയ്യം താരോ തക തിന്താക തിന്തക തെയ്യം താരോ തിന്താക തിന്തക തെയ്യം താരോ തക തിന്താക തിന്തക തെയ്യം താരോ തിന്താക തിന്തക